ഇങ്ങനത്തെ മലയാളം ആദ്യം അത് ചില സിമ്പിൾ സ്പെസിഫിക് നോക്കുന്ന. Okay. Now we have completed the first one, isn't it? Common trees. Yes or no? Yes or no? Yes. Okay. Now the second page you take plant predators. Plant predators. എന്താണ് predators എന്ന് പറഞ്ഞാൽ predator. വേട്ടക്കാർ. Plant predators. Okay. വേട്ടക്കാർ. പ്ലാന്റിന്റെ ഫാമിലിയിൽപ്പെട്ട വേട്ടക്കാർ. അവര് എങ്ങനെ അവരുടെ ഭക്ഷണം തേടുന്നതാണ്. വേട്ട ചെയ്ത് അവർ ഭക്ഷണം കണ്ടുപിടിക്കും. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. Plant predators. Some plants cannot survive on water, air and sunlight alone. ചില പ്ലാന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Most of the plants prepare their food with the help of air, water and sunlight. അല്ലേ? പഠിച്ചിട്ടില്ലേ നമ്മളത്? Yes. അപ്പോ some plants cannot. ചില പ്ലാന്റ്സിന് ഇത് മാത്രം പോരാ. ഇങ്ങനെ അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. എന്നിട്ടോ they grow in places where the soil is indeficient in nutrients and hence require nutrition from other sources. അതൊരു പക്ഷേ അവർ വളരുന്ന ആ ചുറ്റുപാടില് അല്ലെങ്കിൽ അവരെവിടെയാണോ ഉള്ളത് ആ മണ്ണിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ആ മണ്ണിൽ നിന്ന് അവർക്ക് ലഭിക്കുന്നുണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ ആ എന്താണ് ഇൻഡെഫിഷ്യന്റ് ഇൻ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിയൻസിന്റെ കുറവുണ്ട് ആ മണ്ണില്. അപ്പോ അങ്ങനെ വരുമ്പോൾ അവരെന്താണ് ആ ന്യൂട്രിയൻ അവർക്ക് ലഭിക്കാതെ വരുന്ന ആ ന്യൂട്രിയൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അവര് മറ്റു മാർഗങ്ങൾ തേടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താ നോക്കാം. They trap and eat insects and sometimes even rodents. അപ്പൊ എന്താണ് ചെയ്യുന്നത്? അവര് മറ്റ് സൂക്ഷ്മജീവികളെയും ചിലപ്പോൾ എലികളെ പോലും അവര് ഭക്ഷിക്കുന്നു. Okay, they are the predators of the floral world. പുഷ്പലോകത്തിലെ വേട്ടക്കാരാണ് ഇവര്. Okay, floral world. അത്രയും മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒരു പ്രാവശ്യം കൂടെ പറയാം. Plant predators. Predators means വേട്ടക്കാർ. Okay. Then some plants cannot survive on water. Okay. Ashike, textbook kondoda. Okay. Some you take your textbook. Okay. Some plants cannot survive on water, air and sunlight alone. അപ്പോൾ അത് മനസ്സിലായില്ല സെന്റൻസ് എന്താണ്? ചില പ്ലാന്റ്സിന് air and sunlight is not enough. They need something more. So what is it? They grow in places where the soil is deficient in nutrients and hence require nutrition from other sources. അപ്പോ അവര് വളരുന്ന ആ മണ്ണില് അവർക്ക് ആവശ്യമുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ആ ന്യൂട്രിയൻസ് ലഭിക്കാൻ വേണ്ടി അവർ മറ്റ് സോഴ്സസ് അന്വേഷിക്കുന്നു. Then they trap and eat insects and sometimes even rodents. അപ്പോ അങ്ങനെ വരുമ്പോൾ അവര് ചില പ്രാണികളെയൊക്കെ എലികളെയും എല്ലാം അവര് ഭക്ഷിക്കുന്നു. Then they are the predators of the floral world. ആ പറയുന്ന സസ്യങ്ങളെയാണ് പുഷ്പലോകത്തിലെ വേട്ടക്കാർ എന്ന് അറിയപ്പെടുന്നത്. Read the descriptions and write the names of the carnivorous plants. Choose from the box. Carnivorous plants. എന്താണ്? Herbivorous, carnivorous, omnivorous. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? ഉണ്ടോ? അന്വേഷി കേട്ടിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നല്ലോ. സ്റ്റക്ക് ആണോ? കേട്ടിട്ടുണ്ട്. ഓക്കെ. അപ്പോ ഫ്ലഷ് ഈറ്റിംഗ് ആനിമൽസിനെയാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഫ്ലഷ് ഈറ്റിംഗ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അവരെയാണ് പ്ലാന്റ് പ്രൊഡക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. അപ്പോ ഫസ്റ്റ് വൺ എന്താ നോക്കാം. ദിസ് പ്ലാന്റ് സെന്റ് അട്രാക്ട്സ് ഇൻസെക്ട്സ് which fall into the urn-shaped leaves that are covered with a flap. അപ്പൊ എന്താ പറയുന്നത്? ഒരു പ്രത്യേകതരം പ്ലാന്റിനെ കുറിച്ച് അതിന്റെ എന്താണ് കുറച്ച് പ്രത്യേകതകൾ പറഞ്ഞിട്ട് നമ്മളോട് അത് എന്താണെന്ന് കണ്ടുപിടിക്കാനാ പറയുന്നത്. അപ്പോ ഈ പ്ലാന്റിന് ഒരു പ്രത്യേക സെന്റ്, ഒരു സ്മെല്ലുണ്ട്. സെന്റ് അതെന്താണ്? അത് മറ്റ് ഇൻസെക്ട്സിനെ അതിലേക്ക് അട്രാക്ട് ചെയ്യും, അത് ആകർഷിക്കും. അപ്പോഴോ which fall into the unshaped leaves that are covered with a flap. അപ്പോ ആ സെന്റിന്റെ മണം കിട്ടി അത് മൂലം അട്രാക്റ്റഡ് ആയി ആ പ്ലാന്റിലേക്ക് ചെറിയ പ്രാണികളൊക്കെ വരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ഇലകളുടെ ഒരു പ്രത്യേക ഷേപ്പ് ഉണ്ട്. അപ്പൊ അത് എന്താണ്?
ഷേപ്ഡ് ലീവ്സ്, ഒരു കുടം ആകൃതിയിലുള്ള ഒരു കുടത്തിന്റെ ആകൃതിയിലാണ് അവരുടെ ലീവ്സ് ഉള്ളത്. അപ്പോ എന്താണ്, അതിനൊരു പ്രത്യേകതരം കവറുമുണ്ട്. അപ്പൊ അവിടെ പിക്ചറിലുണ്ട്, ഇവിടെ നമ്മുടെ ഫസ്റ്റ് പിക്ചർ ഉണ്ട് അവിടെ. അപ്പോ ഒരു കുടം പോലെയുള്ള അതിന്റെ ഷേപ്പിന് അതിന് മുകളിൽ ഒരു കവറുമുണ്ട്. The plant then secretes enzymes to digest this its prey. എന്ന് പറഞ്ഞാല് എൻസൈമിസ് എന്ന് പറഞ്ഞാല് എന്താണ്, അത് അതിലേക്ക് വരുന്ന ആ ഇൻസെക്റ്റിനെ എന്താണ് ദഹിപ്പിക്കാൻ ആവശ്യമുള്ള ഒരു സ്രവം അത് ഉൽപ്പാദിപ്പിക്കുന്നു. മനസ്സിലായോ? അത് നമ്മൾ പറഞ്ഞു, അതിനൊരു പ്രത്യേകതരം ഫ്രാഗ്രൻസ്, ഒരു പ്രത്യേകതരം സെന്റ് ഉണ്ട്. ആ സെന്റ് മറ്റ് പ്രാണികളെ അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ അത് ഈ ഇലയിലേക്ക് വരുമ്പോൾ ആ ഇല ഒരു പ്രത്യേക തരത്തിൽ ഒരു കുടമാകൃതിയിലാണുള്ളത്, അതിനൊരു കവറും ഉണ്ട് അല്ലെ. അപ്പോ അതെന്താണ്, ആ ലീഫ് ഈ വരുന്ന ഇൻസെക്ട്സിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു പ്രത്യേകതരം സ്രവം അത് ഉൽപ്പാദിപ്പിക്കുന്നു. ഓക്കെ, അപ്പം അത് ആ ആസ് ദ ട്രീ അല്ലെങ്കിൽ അതിന്റെ ഇര വന്നു കഴിയുമ്പോൾ അത് ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അതിന്റെ ആ പുറം പാളി. ആര്? ഞാനോ? ഞാൻ സ്റ്റക്ക് ആണെന്നാണോ പറയുന്നത്? ഫെയ്ത്തിന്റെ റേഞ്ച് കുറവാ, ഫെയ്ത്ത് ആയിട്ട് സ്റ്റക്ക്. അന്വേഷിച്ച് കേൾക്കുന്നില്ലേ? കേൾക്കുന്നില്ല ഷോണ എന്നെ? ഞാൻ നിങ്ങളെ വേണമെങ്കിൽ എല്ലാവരെയും ഒന്ന് മ്യൂട്ട് ചെയ്തേക്കാം. എല്ലാവരും മ്യൂട്ട് ആണല്ലോ. അതെ, ഓക്കെ. അപ്പോ one variety discovered recently in the Philippines traps rats and other rodents. ഇപ്പോ അടുത്തായിട്ട് ഫിലിപ്പീൻസ് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് എന്താണ് ഇത്, റാറ്റ്സിനെയും അത് ആ ഇതിൽപ്പെട്ട റോഡൻസിനെയും എല്ലാം ഇവര് ഈ ട്രാപ്പിൽ പെടുത്തി കഴിക്കുന്നുണ്ടെന്നുള്ളത് അടുത്ത കാലത്ത് റീസെന്റ്ലി ഫിലിപ്പീൻസ് കണ്ടുപിടിച്ച ഒരു കാര്യമാണ്. ഓക്കെ ഫെയ്ത്ത്? അപ്പോ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോ the first answer is pitcher plant. PITCHER, pitcher plant. ടെസ്റ്റിൽ എഴുതിക്കോ, നമുക്ക് എഴുതാൻ സ്ഥലമുണ്ടല്ലോ ടെക്സ്റ്റില്. PITCHER PLANT, pitcher plant. Okay. And Mary, did you write? ഫെയ്ത്തിനോട് പിന്നെ ചോദിക്കുന്നില്ല, പുസ്തകമില്ല എന്നറിയാം. And Mary, did you write? The second one, okay. This plant, also called Drosera, has more than 149 species and is found in every continent. Teacher? No. 194. Yeah, 194. Okay. Once again, this plant, also called Drosera, അപ്പോൾ ഈ പ്ലാന്റിന്റെ മറ്റൊരു പേരാണ് Drosera, has more than 194 species and is found in every continent. അതിന് 194 തരത്തിലുള്ള 194 തരം ഉണ്ട്, വിഭാഗമുണ്ട് ഈ പ്ലാന്റ്. പിന്നെയോ ഇത് എല്ലാ കോണ്ടിനെന്റിലും കാണപ്പെടുന്നുണ്ട്. It secretes a sticky substance on its tentacles to trap insects. Okay, എന്താണ്? It secretes a sticky substance on its tentacles to trap insects. അപ്പോ അതിന്റെ ആ ലീഫിന്റെ ഏത് ഭാഗമാണോ സ്പർശന വിധേയമാകുന്നത് അവിടെ എന്താണ്, ഒരു സ്റ്റിക്കി, ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പശ രൂപത്തിലുള്ള ഒരു ദ്രാവകം അതിന് അവിടെ ഉണ്ട്. അപ്പൊ അതിൽ വരുന്ന പ്രാണികൾക്ക് വീണ്ടും പറന്നു പോകാൻ സാധിക്കത്തില്ല, അത് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അതിനെ ഈ പ്ലാന്റ് ഭക്ഷിക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അൻമേരി എന്താണ് പറയുന്നത്? This plant also called
ഡ്രോസിറ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡ്രോസിറോ. പിന്നെ ഇത് 194 തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്. ഇത് എല്ലാ കോണ്ടിനെന്റിലും കാണപ്പെടുന്നുണ്ട്. പിന്നെയോ ഇതിന്റെ അറ്റത്ത് ഒരു സ്റ്റിക്കി ആയ സബ്സ്റ്റൻസ് മീൻസ് ഒട്ടിപ്പിടിക്കുന്ന ഒരു ദ്രാവകമുണ്ട്. അപ്പൊ ഏതെങ്കിലും സ്മോൾ എന്താണ് ഇൻസെക്ട്സ് വരുമ്പോൾ അത് അതില് സ്റ്റക്കായി പോകുന്നു. പിന്നെ അതിനെ പറന്നു പോകാൻ സാധിക്കത്തില്ല. അപ്പൊ അവര് ആ പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നു, അതിനെ ഭക്ഷിക്കുന്നു. ഓക്കെ, അപ്പോ അതാണ് സൺഡ്യൂ പ്ലാന്റ്. സൺഡ്യൂ. ഓക്കെ, സ്പെല്ലിംഗ് മോഡില് യെല്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. എഴുതി കഴിയുമ്പോൾ തമ്പ് തരണേ. ആൻമേരി എഴുതുന്നില്ലേ? ആഷിഖ്, can you hear me? ഓക്കെ, ഇനി അടുത്തത്. The leaves of this plant have a sweet smelling sap and sensitive hairs. അപ്പോ ഇനി പറയാൻ പോകുന്ന പ്ലാന്റിന്റെ പ്രത്യേകത, അതിനെന്താണ്? സ്വീറ്റ് സ്മെല്ലിംഗ് സാപ്പ്. സാപ്പ് എന്ന് പറഞ്ഞാൽ സ്രവം അല്ലെ, ഒരു സ്രവമാണ്, മീൻസ് അതിന്റെ ഒരു സ്രവം. അപ്പൊ എന്ത് പറയുന്നത്? The leaves of this plant have a sweet smelling sap and sensitive hairs. മീൻസ് സെൻസിറ്റീവ് നല്ല ചേതനയുള്ള, മീൻസ് വളരെ സെൻസിറ്റീവ് ആണ് അല്ലെ, അതിനെ എപ്പോ സ്പർശിച്ചാലും അത് അറിയും, അങ്ങനെ ആ ഒരു മീനിങ് ആണ് അതിന് വരുന്നത്, ചേതനയുള്ള. The leaves of this plant have a sweet smelling sap. Sap എന്ന് പറഞ്ഞാൽ ഒരു സ്രവം. And sensitive hairs. The lobes എന്ന് പറഞ്ഞാൽ ഭാഗങ്ങൾ കേട്ടോ. The lobes of the leaves shut, trapping the insect that sit on it. എന്ന് പറഞ്ഞാല് എന്താണ്? ഇതും മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ഈ ലീവ്സിനും ഒരു പ്രത്യേകതര സ്മെല്ലുണ്ട്, സ്വീറ്റ് സ്മെല്ലുണ്ട്. അതിലാകർഷിതരായി വരുന്ന ഇൻസെക്ട്സിനെ എന്ത് ചെയ്യുന്നത്? ഇൻസെക്ട്സ് വരുമ്പോഴേക്കും ആ ഇലയിൽ ഇരിക്കുമ്പോ ആ ഇല ഷട്ട് ഡൗൺ, അടയ്ക്കുന്നു, ഷട്ട് ചെയ്യും. അപ്പോ ആ ഇൻസെക്ട് ആ ഇലയ്ക്ക് അകത്തും ആകും. അതിന്റെ പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴെ, കണ്ടോ? ഇങ്ങനെ തുറന്നിരിക്കുന്ന കണ്ടോ? താഴെ കൊടുത്തിട്ട് രണ്ടാമത്തെ പിക്ചർ, അതിനകത്ത് വന്നിരിക്കുമ്പോൾ അത് ക്ലോസ് ആവും. അപ്പോ അതാണ് വീനസ് ഫ്ലൈട്രാൻ. വീനസ് ഫ്ലൈട്രാൻ എഴുതിക്കും. വീനസ് ഫ്ലൈട്രാൻ. ആഷിഖ് കിട്ടിയാ? എഴുതിയാ? ഇനി ഫോർത്ത് വൺ. This aquatic rootless plant has free floating system. അപ്പൊ ഇനി പറയുന്ന ഒരു അക്വാട്ടിക് പ്ലാന്റ് ആണ്. പിന്നെയോ അതിന്റെ പ്രത്യേകത എന്താണ്? റൂട്ട്ലെസ് ആണ്, അതിന് വേരുകളില്ല. ഇറ്റ് ഹാസ് ഫ്രീ ഫ്ലോട്ടിംഗ് സിസ്റ്റം. ഇത് ഫ്രീ ആയിട്ട് ഫ്ലോട്ട് ചെയ്യുന്നു, അതിന് വേരുകളൊന്നുമില്ല. The plant has tracks arranged in holes which looks like wheels. അതിനും ഒരു പ്രത്യേക തരം ട്രാപ്പുകളുണ്ട്, ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യാൻ തരത്തിലുള്ള എന്താണ് വീൽസ് ലൈക്ക് ട്രാപ്സ് അതിന് ഉണ്ട്. The traps shut as soon as the prey is inside them. അപ്പോ അതിലും ഈ പറയുന്നത് പോലെ അതിൽ വന്ന് ഇൻസെക്ട്സ് ഇരിക്കുമ്പോൾ എന്താണ്, ഇത് ഷട്ട് ഡൗൺ ചെയ്യുന്നു, ഈ ട്രാപ്സ് ഷട്ട് ഡൗൺ ആകുന്നു. അങ്ങനെ അത് ആ ഇൻസെക്ട്സിനെ ഭക്ഷിക്കും. ദാറ്റ് ഈസ് കോൾഡ് വാട്ടർ വീൽ. വാട്ടർ വീൽ, ഓക്കെ, അതാണ് വാട്ടർ വീൽ.
അടുത്ത നോക്കാം. ഫിഫ്ത്ത് വൺ. Officially called Biblis, its common name derives from its attractive multicolored appearance in sunlight. അപ്പോൾ ഈ പ്ലാന്റിന്റെ പ്രത്യേകത ഇറ്റ്സ് കോമൺ നെയിം ഡിറൈവ്സ് ഫ്രം ഇറ്റ്സ് അട്രാക്റ്റീവ് മൾട്ടി കളേർഡ് അപ്പിയറൻസ് ഇൻ സൺലൈറ്റ്. സൺലൈറ്റിൽ വരുമ്പോഴത്തേക്കും അതിന് നല്ല മൾട്ടി കളേർഡ് അപ്പിയറൻസ് ആണ്. നല്ല മൾട്ടി കളർ എന്ന് പറഞ്ഞാല് എന്താണ്, ഒന്നിൽ കൂടുതൽ കളറിന്റെ ഒരു അപ്പിയറൻസ് ആണ് അത് കാണപ്പെടുന്നത്. Then the glandular hairs on its leaves are sticky and trap insects. അപ്പൊ അതിന്റെ ഇലകളിൽ എന്തുണ്ട്? ഹെയർസ് ഉണ്ട്. ഗ്ലാൻഡുല എന്ന് പറഞ്ഞാൽ അതിന്റെ ഗ്രന്ഥികൾ. മീൻസ് ആ ഇലകളില് എന്താണ്, പിന്നെ ഹെയർസ് ഉണ്ട്, ഹെയർ ലൈക്ക്. ദെൻ അതിലെന്താണ് ഇറ്റ് ലീവ്സ് ആൻഡ് സ്റ്റിക്കി, അതിന് ഒപ്പം തന്നെ നല്ല പശയുമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അത് ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യുന്നത്. അതിന്റെ ഇലകളിൽ ഹെയർ പോലെയുള്ള ഭാഗങ്ങളുണ്ട്, അതോടൊപ്പം അത് നല്ല സ്റ്റിക്കിയുമാണ്. അങ്ങനെ അതിൽ വന്നിരിക്കുന്ന ഇൻസെക്ട്സിനെ അത് ഭക്ഷിക്കുന്നു. അപ്പൊ അത് ഏത് പ്ലാന്റ് ആണെന്നറിയാവോ? അതാണ് റെയിൻബോ പ്ലാന്റ്. യെസ്, റെയിൻബോ പ്ലാന്റ്. ഓക്കെ, ഇനി ആറാമത്തത്. This plant grows in wet environments. അപ്പൊ ഈ പറയുന്ന പ്ലാന്റ് മെയിൻ ആയിട്ടും വളരുന്നത് വെറ്റ്, നനഞ്ഞ ചുറ്റുപാടിലാണ്. Its underground leaves are slender tube swollen in the middle to form tabs. എന്താണ്? Its underground leaves, ഇതിന് അണ്ടർഗ്രൗണ്ട് ഭാഗത്ത് ലീവ്സ് ഉണ്ട്. പിന്നെയോ have slender tubes, മീൻസ് സ്ലെൻഡർ എന്ന് പറഞ്ഞ വണ്ണം കുറഞ്ഞ ട്യൂബ്സ് ഉണ്ട്. swollen, വണ്ണം കുറഞ്ഞ് വീർത്ത ട്യൂബ്സ് ഉണ്ട്. അതാണ് ഇൻ ദ മിഡിൽ ടു ഫോം ട്രാപ്സ്, അതാണ് അതിന്റെ ട്രാപ്പ്. അതിന്റെ വണ്ണം കുറഞ്ഞ വീർത്ത് നിൽക്കുന്ന ട്യൂബ്സ് ഉണ്ട് ഈ പ്ലാന്റിന്. ദെൻ വിച്ച് ആർ യൂസ്ഡ് ടു ക്യാച്ച് മൈന്യൂട്ട് പ്രീ, എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ പ്രാണിയെ പോലും ഇതിനെ പിടിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഇതിന് എന്താണ്, തീരെ വണ്ണം കുറഞ്ഞതും എന്നാല് ഉള്ളത് നന്നായിട്ട് വീർത്തിരിക്കുന്നതുമായ ട്യൂബ്സ് ഉണ്ട്. അപ്പൊ എന്താണ്, അതേത് പ്ലാന്റ് എന്നറിയാമോ? കോക്സ്ക്രൂ. കോക്സ്ക്രൂ. Okay, അടുത്തത് നെക്സ്റ്റ് വൺ, സെവൻത് വൺ. ഓൾസോ കോൾഡ് യൂട്ടിക്കുലേറിയ. This is a fresh water and terrestrial plant. ഇതിന് യൂട്ടിക്കുലേറിയ എന്ന് മറ്റൊരു പേരിലും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് ഫ്രഷ് വാട്ടറിൽ കാണപ്പെടുന്നു, അതുപോലെ ഇതൊരു ടെറസ്ട്രിയൽ പ്ലാന്റുമാണ്. ഇറ്റ് ഹാസ് സ്മോൾ ഹോളോ ബ്ലാഡർ ലൈക്ക് സാക്സ് ടു ക്യാച്ച്. അതിന് ചെറിയ എന്താണ്, സഞ്ചികൾ പോലെയുള്ള എന്തുണ്ട്? ഇറ്റ് ഹാസ് സ്മോൾ ഹോളോ ബ്ലാഡർ ലൈക്ക് സാക്സ്. അപ്പൊ ചാക്ക് പോലെ ഉള്ള സഞ്ചികൾ അതിനുണ്ട്. ടു ക്യാച്ച് സ്മോൾ പ്രീ ലൈക്ക് ഇൻസെക്ട് ലാർവേ, ഫ്ലീസ് ആൻഡ് ടാഡ്പോൾസ്. അപ്പോ ഈ പ്ലാന്റിന്റെ പ്രത്യേകത, ഇതിന് സഞ്ചി പോലെ ഉള്ള ഭാഗങ്ങളുണ്ട്. അതിൽ ഇത് ചെറിയ ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്ത് അത് ഫുഡാക്കി മാറ്റുന്നു. അപ്പൊ അത് ഏത് പ്ലാന്റ് ആണെന്നറിയാവോ? ബ്ലാഡർ വേർഡ്. First one pitcher plant, second one sundew, third one Venus flytrap, fourth one border wheel, fifth one rainbow plant, sixth one corkscrew, seventh one bladderwort. എല്ലാരും എഴുതിയോ? അത് എഴുതിയോ? അൻമേരി സ്റ്റക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണോ? അപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, GKയുടെ നോട്ട്ബുക്ക് ഇല്ലേ നമുക്ക്? GK നോട്ട്ബുക്ക് ഉണ്ട്.
അതിനകത്ത് ഫസ്റ്റ് വൺ എഴുതിയായിരുന്നു നമ്മള്, കോമൻട്രീസ് എഴുതിയായിരുന്നോ? എഴുതി. ഓക്കെ, കോമൻട്രീസ് എഴുതിയതും പിന്നെ ഇത് പ്ലാൻ പ്രൊഡക്റ്റേഴ്സ്. പ്രൊഡക്റ്റേഴ്സിന്റെ വാക്കിന്റെ അർത്ഥം മറന്നു പോകരുത്, വേട്ടക്കാർ. ഓക്കെ, അപ്പം ഇതും എഴുതണം. ഇതും എഴുതിയിട്ട് ഈ രണ്ടിന്റെയും കൂടെ ഫോട്ടോ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. എന്താ ഫെയ്ത്ത്? ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? എനി ഡൗട്ട് യു ഹാവ്? നോ ഡൗട്ട്. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു നോക്കണേ നന്നായിട്ട്. മിസ് ഇനി എത്ര മിനിറ്റ് ഉണ്ട് എഴുതാൻ? ഇനി എത്ര മിനിറ്റ് ഉണ്ട് മീറ്റിംഗ്? ഇനി കുറേ ഉണ്ട് ക്ലാസ്.